ബെറക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിനെക്കുറിച്ച് പഠിക്കുകയാണ്. ദൈവം ആരെന്ന് വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു, ബൈബിൾ ഇല്ലാത്ത ഒരാൾക്ക് പോലും ദൈവത്തെക്കുറിച്ച് അറിയാം. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ദൈവം എന്നൊരു ബോധമുണ്ട്. എന്നാൽ ബൈബിൾ ഇല്ലാത്ത ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ എല്ലാ മതങ്ങളിലും അതാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പെന്തക്കോസ്തുകാരിൽ വലിയൊരു പങ്ക് പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി, ശക്തനായ ദൈവം, ഇടപെടുന്ന ദൈവം, ഇടയിൽ ഇറങ്ങി വരുന്ന ദൈവം, വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം, ആ ശക്തി ആണ് ആഘോഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ദൈവം നല്ലവനാണ് എന്നുള്ള ബോധം, അല്ലെ ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് ഒരു പ്രത്യേകതരം മൊറാലിറ്റി, അതായത് ഈ മനുഷ്യർ കാത്തു സൂക്ഷിച്ചാലേ ദൈവത്തിന് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഒരു ഡോക്ട്രിൻ, അത് ലോകം മുഴുവനുണ്ട്. അതും ഇവിടെ ഈ രണ്ട് വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും, ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ യുക്തി അനുസരിച്ചും മനുഷ്യൻ്റെ മനസ്സിലാക്കലനുസരിച്ചും അവനൊരു മതം ഉണ്ടാക്കുമ്പോൾ അതിൽ അവൻ്റെ നീഡുകൾ, ആവശ്യങ്ങളാണ് ഏറ്റവും ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടി കാരണവും അല്ലെങ്കിൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ കാരണവും അവൻ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ് ആ മതം. ഈ രണ്ട് കോമൺ റെവലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് മതങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഒരു സമൂഹത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ, ഞങ്ങളുടെ കൂട്ടത്തിന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കാൻ, ഇങ്ങനെ എല്ലാത്തിനകത്തും ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു പോരാട്ടം എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരുടെ ഇടയിൽ ഇത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ജനറ്റിക്കലി അല്ല സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ആശയം പറയുന്നത്, നമ്മൾ സോഷ്യോളജിക്കലിയാണ്. ഓക്കെ, സാമൂഹ്യ ശാസ്ത്രപരമായിട്ടാണ് അത് പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ശക്തിയുള്ളവൻ, കയ്യൊക്കെയുള്ളവൻ, അവൻ മറ്റുള്ളവരെ തോൽപ്പിക്കാനും സബ്ജുഗേറ്റ് ചെയ്യാനും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വേറൊരാളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും അവരെ ഭയപ്പെടുത്താനും ഉള്ള ആയുധങ്ങളായിട്ടാണ് മതം എപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കോമൺ റെവലേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മതം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അവിടെ ഒരു പുരോഹിതൻ ഉണ്ടായിരിക്കും. പുരോഹിതൻ രാജാവിനും മുകളിലായിരിക്കും. കാരണം ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് പുരോഹിതൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവും രാജ്യവും എല്ലാം ഈ പുരോഹിതൻ്റെ കീഴിലാണ്, ഈ മതത്തിൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ ആ ഒരു ഒത്തിരി സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള മതങ്ങൾ, മതരാഷ്ട്രങ്ങൾ, ഇന്നും അനേകം മതരാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ ഈ മതത്തിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രൈബ് സംരക്ഷിക്കപ്പെടുക, ഞങ്ങളുടെ ട്രൈബ്, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ നിയമങ്ങൾ, ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ ഇത് സംരക്ഷിക്കപ്പെടുക, ഇതിനൊരു വെല്ലുവിളി ഉണ്ടാകാതിരിക്കുക, ഞങ്ങളുടെ എക്സിസ്റ്റൻസ് ഏറ്റവും മനോഹരമാക്കി മാറ്റുക. ഇങ്ങനെയാണ് നമ്മൾ മതത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ ടിപ്പിക്കൽ പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ വേറിട്ട ഒരു സമൂഹത്തിൽ, ഒരു ചർച്ചിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട കൺസേൺ എന്ത് കൺസേണിനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നറിയോ? നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് അമ്മമാർക്ക് ഏറ്റവും ഭാരം, അപ്പന്മാർക്കല്ല, മാതാപിതാക്കൾക്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് നമ്മൾ മാതാപിതാക്കളാണ്. 20-25 വയസ്സിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന 50-60 വർഷം ജീവിച്ചാൽ ആ 50 വർഷവും ഞാനൊരു പിതാവാണ്, എൻ്റെ മാതാവാണ്. അപ്പോൾ ഈ മക്കളെക്കുറിച്ചുള്ള ആശങ്കയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന്, മക്കളുള്ളവർക്ക്. അപ്പോൾ ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇന്ന് എല്ലാ ശുശ്രൂഷകളും വരുന്നത്. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളൊരു അനുഗ്രഹ വിഷയമായി മാറും. ഇത് മാത്രമാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇങ്ങനൊരു വലിയ വഞ്ചനയിലാണ് അനേകം ആൾക്കാർ ജീവിക്കുന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, ദൈവത്തിന് രണ്ട് തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, ദൈവം നമുക്ക് പകരാത്ത, ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചില ആട്രിബ്യൂട്ട്സാണ്. മറ്റൊന്ന്, നമ്മളിലേക്ക് പകരുന്ന മോറൽ ഗുണങ്ങളാണ്. ഇത് രണ്ടും ദൈവത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, നമ്മളിലേക്ക് പകർത്താൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ദൈവത്തെ ദൈവമാക്കുന്ന എന്ന് പറയുന്നത്, ദൈവമെന്ന് നമ്മൾ നിർവചിക്കുന്നതിന് കാരണമാകുന്നത് ഈ പറയുന്ന ആട്രിബ്യൂട്ട്സാണ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ അസൈറ്റി എന്ന് പറയും. അതിന് ആ സ്വഭാവ ഗുണത്തിന് അസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് എന്നുള്ളതാണ്. ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഹിസ് ക്രിയേഷൻ. ഗോഡ് ഡസ് നോട്ട് നീഡ് എനിത്തിങ്. ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല. അവൻ സൃഷ്ടിയിൽ നിന്ന് അകന്നിരിക്കുന്നവനാണ് എന്നുള്ളതാണ്.
അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. പല മതങ്ങളിലും സൃഷ്ടിയോട് ചേർന്നാണ് ദൈവത്തെ കാണുന്നത്, എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ സൃഷ്ടിക്ക് വെളിയിലാണ് ദൈവത്തെ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമാണ് സകലം സൃഷ്ടിച്ചതെങ്കിൽ അത് വെളിയിൽ നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ, അകത്ത് നിന്ന് സാധിക്കില്ല. അത് വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളുന്ന പോലെ ഇരിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഹിസ് ക്രിയേഷൻ എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ദൈവത്തിന് ഈ സൃഷ്ടിയെയും കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ദൈവത്തിന് യാതൊരു ഉപയോഗം ശരിക്കും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിക്കുമായിരിക്കും. പലപ്പോഴും നിങ്ങൾ പറയില്ലേ, നമ്മളില്ലെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെയാണ് ദൈവം ആശ്രയിക്കുന്നത്, നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു തരത്തില്ലേ. ദൈവം ഒരിക്കലും നിസ്സഹായനല്ല. ദൈവം ഒരിക്കലും മനുഷ്യനായ എൻ്റെ സഹായം അന്വേഷിക്കുന്നില്ല. ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്താനോ മതം നിലനിർത്താനോ ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. അത് ദൈവത്തിന് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കുന്ന കാര്യമാണ്. അതായത് ഹി ഡസ് നോട്ട് നീഡ് ഹ്യൂമൻ ഹെൽപ്പ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ദൈവത്തിന് നമ്മളിൽ സന്തോഷിക്കാൻ കഴിയും, ദൈവത്തിന് നമ്മളിൽ സന്തോഷിക്കാൻ കഴിയും. പക്ഷെ ദൈവം നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും പറയില്ല ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് എന്ത് കൊടുക്കണം? ദൈവത്തിന് ഒരു പൈസയും വാങ്ങിക്കാൻ കഴിയില്ല. ദൈവം ഒരിക്കലും പൈസ വാങ്ങിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ദൈവത്തിന് തന്നെ ആവശ്യവുമില്ല. പൈസ ആവശ്യമുള്ളത് മനുഷ്യർക്കാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുക്കാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ശുശ്രൂഷിക്കുന്നവർക്ക് കൊടുക്കാനാണ് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. അതിനർത്ഥം നമ്മൾ പൈസ കൊടുക്കേണ്ടെന്നുള്ളതല്ല, പക്ഷേ അത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ചൂഷിത വ്യവസ്ഥയുടെ ഭാഗമല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നില്ല. ദൈവത്തിന് ആരുടെയും പണം വേണ്ട. ദൈവത്തിന് വേണ്ടി ചെയ്യുമോ, ദൈവത്തിന് വേണ്ടി പോകുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നേക്കാം. സത്യം പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി ഒന്നും ആണോ പോകുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത്. ഞാൻ സുവിശേഷവേല ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ആവശ്യമായിരുന്നു, എൻ്റെ നിർബന്ധമായിരുന്നു. ദൈവം എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കർത്താവെ, നീ എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയല്ലോ എന്ന് എനിക്ക് തോന്നിയുള്ളൂ. കാരണം എനിക്കാണ് അതിൻ്റെ നീഡ്. കർത്താവിൻ്റെ കൂടെ നടക്കാനും കർത്താവിൻ്റെ സ്വഭാവമുള്ളവനായി മാറാനും കർത്താവിൻ്റെ സുവിശേഷം പറയാനും എൻ്റെ ഉള്ളിലാണ് ആ നീഡ് വരുന്നത്. ഞാനില്ലെങ്കിൽ ദൈവം കല്ലുകളിലൂടെ വേണം സംസാരിപ്പിക്കും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, കർത്താവ് എന്നെക്കൊണ്ട് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണേ, കല്ലുകളെ ഒന്നും വിളിക്കല്ലേ, ഞാൻ ചെയ്തോളാം. അത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സന്തോഷമാണ്. ഒരമ്മ കുഞ്ഞിനെ നോക്കുന്നത് കൂലിയായിട്ടല്ല, അത് സ്നേഹമാണ്. അതായത് ശരിക്കും ദൈവത്തിൻ്റെ വേല ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിനോട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉള്ളതുകൊണ്ടല്ല. നമുക്ക് കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവത്തിന് റിക്വയർഡായിട്ടല്ല, അതൊരു സന്തോഷമാണ്. അതാണ് നമ്മളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഗോഡ്സ് ജോയ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഒരു മനുഷ്യൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സൃഷ്ടിയുടെയും ആവശ്യം ദൈവത്തിനില്ല. ഹീസ് സഫിഷ്യൻറ്റ് ഇൻ ഹിംസെൽഫ്, ഹീസ് കണ്ടൻറ്റ് ഇൻ ഹിംസെൽഫ്. കർത്താവിൽ തന്നെ കർത്താവ് പൂർണ്ണമായിട്ടും തൃപ്തനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൽ തന്നെ ദൈവത്തിന് തൃപ്തനാണ്. അവൻ ഒരു സൃഷ്ടിയുടെയും സഹായം ഒരിക്കലും തേടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് വിലയേറിയ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, അത് ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. അങ്ങനെയല്ല. ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾ എപ്പോഴും ഫ്രീ ആണ്. നമ്മൾ വായുവിനെ നോക്കിയാലും വെള്ളത്തെ നോക്കിയാലും ദൈവം ഇത് ഫ്രീ ആയിട്ടാണ് ഈ ഭൂമിയിൽ വെച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത്, ഇന്നിപ്പോൾ മെഡിക്കൽ കെയർ ഒക്കെ നോക്കിയാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ നമുക്ക് അത് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. അതിൻ്റെ പ്രൊസീജിയറിനകത്ത് എത്ര പൈസ ചിലവായാലും വി ആർ നോട്ട് പേയിങ് എനി മണി ടു പർച്ചേസ് എ ചൈൽഡ്. അത് ഫ്രീ ആയിട്ട് നമുക്ക് വരുന്നതാണ്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവന് കിട്ടുന്ന മാതാപിതാക്കൾ ഫ്രീ ആണ്. ഇതെല്ലാം ഫ്രീ ആണ്. ഫ്രീ ആയിട്ടാണ് ദൈവം എല്ലാം നൽകുന്നത്. പൈസ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. പൈസ കൊടുത്ത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേണമെങ്കിൽ കെയർ വാങ്ങിക്കാം, അല്ലെങ്കിൽ ശിശു പരിപാലനത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ വാങ്ങിക്കാം. പക്ഷേ ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു കാര്യവുമില്ല. എല്ലാം ദൈവം ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഫ്രീ ആയിട്ടല്ലാതെ ദൈവം ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. കാരണം ദൈവത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇത് നമ്മൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. യു കനോട്ട് ഗീവ് ഗോഡ് എനി മണി. നിങ്ങൾക്ക് പൈസ ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ സമയം ദൈവത്തിന് കൊടുക്കണം, ആരോഗ്യം ദൈവത്തിന് കൊടുക്കണം. ദൈവം ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. നമ്മളത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഒരു അനുഗ്രഹമെന്ന് മാത്രമേ വിചാരിക്കാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഗോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അവന് നമ്മുടെ ഒരു സഹായവും യാതൊരു കാര്യത്തിന് ആവശ്യമില്ല. ചില ആൾക്കാർ ഇങ്ങനെ ദൈവത്തെ ഉപദേശിക്കുന്ന കാണാം.
കർത്താവെ, ഇപ്പം നിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തണേ, എന്നെ ഇപ്പം നീ സൗഖ്യമാക്കിയാൽ നീ വലിയ ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കും. അങ്ങനെ ദൈവത്തിന് ആരുടെ ഉപദേശം ആവശ്യമില്ല. ഹീ നോസ് വാട്ട് ടു ഡു. ഇന്ന് പല പ്രാർത്ഥനകളും ഉപദേശമാണ്. ഞാൻ നിൻ്റെ നാമം വിളിച്ചിറങ്ങിയതാണ് കർത്താവെ, ഞാൻ മോശമായി പോയി, അല്ലെങ്കിൽ ഞാൻ ജയിച്ചില്ല, ജീവിതത്തിൽ തോറ്റുപോയെന്ന് ശത്രുക്കൾ പറഞ്ഞ് നിൻ്റെ നാമത്തെ ലജ്ജിപ്പിക്കാതെ ഇടവരുത്തല്ലേ. ഇതൊക്കെ കേട്ടിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ? ഇതൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഉപദേശം കേൾക്കുക കർത്താവെ, ഞാനീ പറയുന്നതാണ് ശരി, നീ ചെയ്യുന്നതിനകത്ത് പലതും ശരിയല്ല, ഇങ്ങനെ കേട്ട് നീ എന്നെ അനുഗ്രഹിക്കുക, അപ്പോൾ എല്ലാവരും നിന്നെ പുകഴ്ത്തും. ഇത് ദൈവത്തെ അഡ്വൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ദൈവത്തിന് ഇതൊക്കെ അറിയാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ദൈവം പുകഴ്ത്തപ്പെടുന്നത് എനിക്ക് സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോഴല്ല. ദൈവം പുകഴ്ത്തപ്പെടുന്നത് അവൻ്റെ സ്വഭാവം എന്നിൽ വരുമ്പോഴാണ്. അവൻ്റെ സ്വഭാവം എന്നിൽ വരുമ്പോൾ ആൾക്കാർ പറയും ദൈവത്താൽ മാത്രം സാധിക്കുള്ളൂ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വെളിപ്പെടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദർ ഇസ് നോ സ്കോപ്പ് ഫോർ എ റിലീജിയൻ ഇൻ ക്രിസ്ത്യാനിറ്റി. റിലീജിയനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുക, ദൈവത്തിന് തിരിച്ചു വാങ്ങിക്കുക. ഇതാണ് ദിസ് എൻ എക്സ്ചേഞ്ച്. ഒരു കൊമേഴ്സ്യലൈസ്ഡ് പ്രോപ്പർട്ടി, ഒരു സംഗതിയാണ് ഈ റിലീജിയൻ എന്ന് പറയുന്നത്. ദൈവത്തിന് നിങ്ങളുടെ എന്തെങ്കിലും കൊടുക്കുക, ഒന്നെങ്കിൽ സമയം കൊടുക്കുക, അല്ലെങ്കിൽ കാശ് കൊടുക്കുക, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്തെങ്കിലും വ്രതം എടുത്തിട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പം അതിന് പ്രതിഫലമായിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്ന ഒരു പരിപാടിയല്ല പുതിയ നിയമം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം സകലതും സൗജന്യമായി നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും ജീവിക്കാനും അനുസരിക്കാനും ഒക്കെ പറ്റുന്നത്. കർത്താവിൻ്റെ രക്ഷയാണ് എന്നെ അതിന് എനേബിൾഡ് ആക്കുന്നത്, എനിക്കത് ചെയ്യുമാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ഒരിക്കലും നമ്മളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേറെ ചില വാക്യങ്ങൾ കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം. കർത്താവ് പറയുന്നു, മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ ഞാൻ ഒരിക്കലും വസിക്കുകയില്ല, മനുഷ്യനൊരിക്കലും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ കാണാം. ഞാനത് വായിക്കാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിന് യാതൊരു തരത്തിലും മനുഷ്യൻ്റെ ഒരു സഹായവും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇനിയും ഒരു വാക്യം കൂടെ നമുക്ക് ഇതുമായിട്ട് അനുബന്ധിച്ച് വായിക്കാം. ആ സങ്കീർത്തനത്തിൻ്റെ 50:12 സങ്കീർത്തനത്തിൻ്റെ 50:12 പറയുന്നത്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കുട്ടന്മാരുടെ രക്തം കുടിക്കുമോ. അപ്പോൾ കർത്താവിന് ഫുഡ് കൊടുക്കാനും പറ്റില്ല, ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഗോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിംസെൽഫ്. ചില ആൾക്കാർ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്ന്. ദൈവം സൃഷ്ടി നടത്തുന്നതും എല്ലാം വേദപുസ്തകം പറയുന്നതനുസരിച്ച് അവൻ്റെ മഹത്വത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ മഹത്വം എന്താണ്? ഹു ഈസ് ഗോഡ് എന്ന് പ്രകൃതിയിൽ കർത്താവ് റിവീൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആ ദൈവമഹത്വത്തെ റിവീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത്. എല്ലാറ്റിൻ്റെയും എൻഡെന്ന് പറയുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ അവൻ്റെ സൃഷ്ടിയിലൂടെ വെളിപ്പെട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവം മഹത്വം വെളിപ്പെട്ട് വരുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് ദൈവത്തിൻ്റെ എസെൻഷ്യൽ കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു ചോയ്സാണ്. ഇങ്ങനെ ചെയ്തേക്കാം, യാതൊരുവിധ നിർബന്ധത്താലുമല്ല കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും. ദൈവം തന്നെ അവൻ്റെ ആട്രിബ്യൂട്ട്സിനെ വെളിപ്പെടുത്താൻ, ആരാണ് ദൈവമെന്ന് പ്രകൃതിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ദൈവത്തിൻ്റെ വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ അൺചേഞ്ചബിൾനെസ് അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിലിറ്റി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ബീയിങ്ങിലോ അവൻ്റെ പെർഫെക്ഷനിലോ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലോ വാഗ്ദത്തങ്ങളിലോ പല രീതിയിൽ ദൈവം പല സ്ഥലത്തും പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ബൈബിളിൽ ആകെത്തുക നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ദൈവം ഒരിക്കലും ഇതിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അവൻ്റെ പദ്ധതിയിലേക്ക് വരിക, രക്ഷിക്കപ്പെടുക. അത് അവന് മാത്രം നമ്മൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ താൻ. അപ്പോൾ ആ രക്ഷാപദ്ധതിയുടെ അനാവരണമാണ് നമ്മൾ ഫുൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിന് അതിലൊരു മാറ്റവുമില്ല. ചിലപ്പം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് പ്രാർത്ഥന കൊണ്ട് ദൈവം മാറും. അങ്ങനെയല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അപകടമുണ്ട്. നമ്മളോട്
സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ദൈവം കുറേ കഴിയുമ്പം മാറിയാൽ എന്ത് ചെയ്യും? സ്വഭാവം മാറിയാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ദൈവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിന് എന്തുകൊണ്ടാണ്? ദൈവം ഒരിക്കലും മാറാത്തവനായതുകൊണ്ടാണ്. അവൻ ഇന്നലെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും. അവൻ ഉൽപ്പത്തി സമയത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വെളിപ്പാടിൻ്റെ സമയത്തിൽ. ദൈവത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ചിലർ പറയുന്ന പോലെ കുറച്ചുനാൾ ദൈവപുത്രനായി കാണപ്പെടുന്നു, പിന്നെ പിതാവായി കാണപ്പെടുന്നു. അങ്ങനെയല്ല. എല്ലാ സമയത്തും യേശുക്രിസ്തു ദൈവം തന്നെയാണ്. അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാകുന്നില്ല. നിത്യതയിലായിരിക്കുമ്പോൾ അവൻ മനുഷ്യത്വം ഉപേക്ഷിക്കുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ദൈവം പൂർണ്ണ ദൈവമായിരിക്കെ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമാണ്. ആ എസെൻഷ്യൽ നേച്ചറിനെ ത്യജിക്കാൻ ആർക്കും കഴിയില്ല. കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ കർത്താവിന് പൂർണ്ണമായി ആ ദൈവത്തിൻ്റെ എല്ലാ എസെൻഷ്യൽ നേച്ചറും ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം പ്രകടിപ്പിച്ചില്ല. കാരണം നമ്മളിൽ ഒരാളായി മാറാൻ വേണ്ടി ദൈവം അത് തന്നെത്താൻ തന്നെ ത്യജിച്ചു. ആ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാതിരിക്കാം, പക്ഷേ ആട്രിബ്യൂട്ട്സ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഗോഡ് വിൽ ഓൾവേസ് ഹാവ് ദോസ് ആട്രിബ്യൂട്ട്സ്. അത് ഒരിക്കലും ഇല്ലാതെ വരുന്നില്ല. പക്ഷേ വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. ഇത്തിരി വെള്ളം കോരി കുടിച്ചേക്കാം എന്ന് വിചാരിക്കാം. അങ്ങനെ കർത്താവ് പലപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പീലാത്തോസിനോട് പറയുന്നത് എന്താണ്? ഞാനൊരു വാക്ക് വിചാരിച്ചാൽ ഒരു ലെഗിയോൻ തന്നെ ഇവിടെ സൈന്യം ഇറങ്ങും എന്ന് പറയുന്നത്. പക്ഷേ കർത്താവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനർത്ഥം ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും എപ്പോഴും ഒന്ന് തന്നെയാണ്. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. മാറ്റം വരേണ്ടത് നമുക്കാണ്, ദൈവത്തിനല്ല. ദൈവത്തിൻ്റെ മോറൽ സ്വഭാവം എന്നും പെർഫെക്റ്റാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വസ്തുവിന് ഒരിക്കലും ചേഞ്ച് ആവാൻ പറ്റില്ല. പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ എങ്ങോട്ട് ചേഞ്ച് ആവാനാണ്? ചേഞ്ച് ആവാനേ സാധിക്കില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദിവസം ഇഡ്ഡലി കഴിച്ചു, നല്ല ടേസ്റ്റ്. രണ്ടാമത്തെ ദിവസം കഴിച്ചു, ചിക്കൻ കഴിച്ചു, വൈറ്റും കഴിച്ചു, പിറ്റേ ദിവസം കഴിച്ചു. കുറേ കഴിയുമ്പം നമുക്ക് പറ്റത്തില്ല, നമുക്ക് പുതിയ ഒന്നും ഉണ്ടാക്കണം. കാരണം പെർഫെക്റ്റ് അല്ല ഒന്നും. നമ്മളെപ്പോഴും ഒരു പെർഫെക്റ്റ് ആയതിൻ്റെ അന്വേഷണം നടക്കുന്നത്. പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ വേറൊന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് മാറ്റം വരാത്തതിൻ്റെ കാരണം ദൈവം എപ്പോഴും പെർഫെക്റ്റാണ്. അത് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയാത്തൊരു പെർഫെക്ഷനാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം പ്രാർത്ഥനയിലൂടെ ദൈവമല്ല മാറുന്നത്, നമ്മളാണ് മാറുന്നത്. എവിടെ നോക്കിയാലും നമുക്കത് കാണാം. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ എന്നേക്കും അങ്ങനെ തന്നെയാണ്, എന്നേക്കും അനന്യനാണ്, അവന് മാറ്റം ഉണ്ടാകുന്നില്ല. നിത്യതയിലും പുത്രൻ തന്നെയാണ്, അവനൊരു മാറ്റവുമില്ല. ഓക്കെ, മനുഷ്യത്വത്തിന് മാറ്റം വന്നു, എന്നാൽ ദൈവത്വത്തിന് ഒരിക്കലും ഒരു മാറ്റവുമില്ല. ഗോഡ് ഈസ് ഓൾവേസ് ദ സെയിം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ മാറ്റം വരുന്നുണ്ടല്ലേ? ചെറുപ്പത്തിലെ കുഞ്ഞായിരുന്നു, പിന്നെ വലുതായി, പിന്നെ മരിച്ചു, പിന്നെ പുനരുത്ഥാനം ചെയ്തു, ഗ്ലോറിഫൈഡ് ശരീരം കിട്ടി. അവിടെല്ലാം മാറ്റം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഒരിക്കലും മാറുന്നേയില്ല, മാറാൻ പറ്റത്തില്ല. ഗോഡ് കാനോട്ട് ചേഞ്ച് ബിക്കോസ് ഗോഡ് ഈസ് പെർഫെക്റ്റ്. നമ്മളൊരു കാര്യം പെർഫെക്റ്റ് ആണ്, പിന്നെ അതിനെ മാറാനോ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ രണ്ടാമത് കണ്ടൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ഒന്നാമത് ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മതത്തിൻ്റെ തട്ടിപ്പുകളിൽ വിശ്വസിക്കരുത്. ദൈവത്തിന് കൊടുക്കുവാന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങളൊരു പാസ്റ്ററെ ചുമ്മാ കൊണ്ടുപോയി പണം കൊണ്ടുപോയി കൊടുക്കരുത്. അത് ദൈവത്തിനൊന്നുമല്ല കൊടുക്കുന്നത്. ദൈവത്തിന് ഒരു രൂപ പോലും ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന് കൊടുത്താൽ ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കൊണ്ട് ഇവർക്കും പൈസ കൊടുത്ത് നിങ്ങളുടെ കയ്യിലെ പോക്കറ്റ് ശൂന്യമാക്കരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ആവശ്യക്കാർക്ക്, ആഹാരമില്ലാത്തവർക്ക്, അത് പാസ്റ്ററാണെങ്കിൽ പാസ്റ്റർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഭയിലുള്ളവർ, അവരാണ് ഒന്നാമത് വരേണ്ടത്. കാരണം ഒന്നിച്ച് സിയോനിലേക്ക് പോകുന്ന, ഒന്നിച്ച് നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നൽകണം. ശുശ്രൂഷയ്ക്ക് പൈസ നൽകണം, സഹോദരങ്ങൾക്ക് കാശ് കൊടുക്കണം. പക്ഷേ ഒരു മതപരമായ ഗിവിങ് നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ, ഇഷ്ടംപോലെ കാശുള്ളൊരു പാസ്റ്റർ, ഓക്കെ, നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൂടെ കൊണ്ടേ കൊടുത്തേക്കാം തോന്നാൻ കാരണം എന്താണ്? അതൊരു മതപരമായ ഗിവിങ് ആണ്. എനിക്ക് അനുഗ്രഹം കിട്ടും. പല ആൾക്കാരും പൈസ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ അനുഗ്രഹം നിഷേധിക്കരുത്. ഞാൻ പറഞ്ഞു, 5 പൈസയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവില്ല. കാരണം ഇല്ലാത്തവന് കൊടുക്കുന്നതിന് ദൈവം കണക്ക് സ്വർഗത്തിൽ സൂക്ഷിക്കും. ഉള്ള ആളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കണക്കും സൂക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ദൈവത്തിന് കൊടുത്തു, ദൈവദാസന് കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന പോലെയാണെന്നും പുതിയ നിയമത്തിൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നിങ്ങൾ വെറുതെ പണം കൊണ്ടേ കളയുന്നതല്ലാതെ യാതൊരു പ്രയോജനം ഇതുകൊണ്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ദേഷ്യവും വിഷമവും വരുമായിരിക്കും. കാരണം ഇതൊരു വലിയ ഉപജീവന മാർഗ്ഗമാണ്. കോമൺ ബ്ലെസ്സിങ്, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ നടത്തും എന്ന് പറയുന്ന ദൈവം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്ലാനുകളെ മാറ്റും എന്നൊക്കെ പറയുമ്പം അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. അല്ലാതെ വല്ലവർക്കും പൈസ കൊടുത്ത് ദൈവത്തെ മാറ്റാമെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. നമ്മൾ മാറുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ അനുഭവിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. അത്രയേ ഉള്ളൂ. വി കനോട്ട് ഗീവ് ഗോഡ് എനിത്തിങ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഒരിക്കലും വീഴരുത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതം മനുഷ്യരെ തട്ടിപ്പിക്കുന്നത് ഈ
ദൈവത്തിന് മുമ്പിലുള്ള മധ്യസ്ഥത പറഞ്ഞു, നിങ്ങൾ പണം തന്നാൽ അനുഗ്രഹിക്കപ്പെടുമെന്നും പറഞ്ഞുമാണ് ഈ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഒരു കാരണവശാലും സഹോദരങ്ങൾ നിങ്ങൾ പോയി വഞ്ചിക്കപ്പെടരുത്. ദൈവം അങ്ങനെ ഒരാളല്ല. ദൈവത്തിൻ്റെ സ്വഭാവവും ഈ പറയുന്ന പോലെ ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ളതല്ല. അതുകൊണ്ട് ദൈവം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതേസമയത്ത് നിങ്ങൾ ഇല്ലാത്തവരായി നിങ്ങളുടെ ശുശ്രൂഷകരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഏറ്റവും നന്നായി പരിഗണിക്കണം. ഇല്ലാത്തവരായി നിങ്ങളുടെ സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഏറ്റവും നന്നായിട്ട് പരിഗണിക്കണം. അത് വെളിയിലുള്ളവർ, പാവങ്ങൾ, നമ്മുടെ മുമ്പിൽ വരുന്നവർ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളായിട്ട് തന്നെ പരിഗണിക്കണം. ഇതാണ് സ്നേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതല്ലാതെ വളരെ കോടികൾ കയ്യിലുള്ള, കഴിഞ്ഞ ദിവസം ഒരു വേദനിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, ഒരു മേ ബി യു മേ ബി അമ്യൂസ്ഡ് ബൈ ഹിയറിങ് ദിസ്. അതായത് ഞാനൊരു വീട്ടിലിരിക്കുമ്പം അവർ പറഞ്ഞാണ്, ദശാംശം ഒരു നേരം കൊടുക്കാതായി കഴിഞ്ഞപ്പോഴേക്കും വലിയ ചർച്ച, അവരുടെ ചർച്ച 10,000 പേരുണ്ട്. 1-ാം തീയതി ഉച്ചയാവുന്നതിന് മുമ്പ് ദശാംശം ചെല്ലാത്തതുകൊണ്ട് 4 മണിയായപ്പോഴേക്കും ഫോൺ വന്നു, എവിടെയാണ് ദശാംശം വന്നില്ലല്ലോ എന്ന്. അവർ മരിച്ചു പോയാൽ അത്രയും വേഗം അവരറിയില്ല. പക്ഷേ ദശാംശം ഉച്ചയായപ്പോഴേക്കും വന്നില്ല, കട്ടായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ തന്നെ കോഡ് വന്നു എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എൻ എക്സ്റ്റോർഷൻ. ഇത് ശരിക്കും മനുഷ്യരെ ഫ്ലീസ് ചെയ്യുന്ന, നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഞെക്കിപ്പിഴിഞ്ഞെടുത്തുകൊണ്ട് പോകുന്ന ഒരു എക്സ്റ്റോർഷൻ ബിസിനസ്സാണിത്. ഇതിനകത്ത് വീഴരുത്. നിങ്ങൾ ദൈവത്തിന് 1 രൂപ പോലും ഇന്നവരെ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ സാധിക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം. വെൻ ഗോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വി ആർ ഫ്രീ. വി ആർ നോട്ട് ബൗണ്ട് ടു ഗിവ് എനിത്തിങ് ടു എനിവൺ. ദൈവം പറയുന്ന പോലെ, ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ സഭയെ ആദ്യം പരിഗണിക്കണം, ശുശ്രൂഷകരെ പരിഗണിക്കണം. പക്ഷേ അത് ഒരു ധനമുള്ള, ഇഷ്ടംപോലെ കാശുള്ള ഒരു പാസ്റ്ററുടെ അടുത്തേക്ക് പിന്നെ പണം പമ്പ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം അവരെ നിങ്ങൾ കൂടുതൽ അത്യാഗ്രഹികളും ലോകസ്നേഹികളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ 2 ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, ഒന്ന് ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ആണ്. ഗോഡ് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ഹിസ് ക്രിയേഷൻ. മറ്റൊന്ന് അൺചേഞ്ചബിൾനെസ്, അതായത് ദൈവം ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, പഴയ നിയമത്തിൽ ദൈവം പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് തരുന്നു എന്നൊക്കെ, എന്നെ നിങ്ങൾ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത്. അത് കർത്താവിന് പൈസ കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നതല്ലോ. നമുക്കതിനറിയാം കർത്താവിന് എന്തിനാ പൈസ. അല്ല, അത് കർത്താവ് ഏൽപ്പിച്ചൊരു വ്യവസ്ഥ മുമ്പോട്ട് പോകാൻ വേണ്ടി കൊടുക്കേണ്ടിരുന്ന പണത്തെക്കുറിച്ചാണ്. ആ ഒരു വ്യവസ്ഥ ഇന്നില്ല. ഇന്ന് എല്ലാവർക്കും ആഹാരം, വസ്ത്രം, ജീവിക്കാനുള്ളത് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നവർക്ക് ജീവിക്കാൻ ആവശ്യമായത്, ശുശ്രൂഷയ്ക്ക് ആവശ്യമായത്, ശുശ്രൂഷകർക്ക് അത് വേണം. അപ്പോൾ അത് ശുശ്രൂഷയ്ക്ക് ആവശ്യമായി നൽകുക എന്നുള്ളതാണ്. അത് അനിയന്ത്രിതമായി നൽകുക എന്നുള്ളതല്ല, കൂട്ടിവെക്കാൻ വേണ്ടി അടുത്ത ജനറേഷന് കൊടുക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് ആരംഭമോ അവസാനമോ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ആരംഭമുണ്ടായിരുന്നു, എന്നാൽ ദൈവത്തിന് ആരംഭമില്ല. ഓക്കെ, അപ്പോൾ ദൈവത്തിന് എല്ലാം ഒരുപോലെ കാണാം. എറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് വെളിയിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോ ടൈം, നോട്ട് ലിമിറ്റഡ് ബൈ ടൈം. ടൈമിനപ്പുറത്താണ് ദൈവം. ഹി ഹാസ് നോ ബിഗിനിങ്, നോ എൻഡ്. അപ്പോൾ ദൈവത്തിന് സമയത്തെ അവൻ ആഗ്രഹമുള്ളതുപോലെ തന്നെ എല്ലാ സമയത്തും കാണാം. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് ടൈം മുഴുവൻ അവൻ്റെ മുമ്പിൽ ഓപ്പണാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ ഓപ്പണാണ്. സമയത്തിൻ്റെ തുടക്കവും സമയത്തിൻ്റെ അവസാനവും ഒരുപോലെ ദൈവത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ എറ്റേണിറ്റി എന്ന് പറയുന്നത് ഹീ ഈസ് എബൌട്ട് ടൈം, ബിയോണ്ട് ടൈം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സങ്കീർത്തനം 90:2 നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു കാര്യം നമുക്കവിടെ കാണാം. സങ്കീർത്തനം 90:2 പറയുന്നത്, നീ ഭൂമിയെ, കർത്താവേ, നീ തലമുറകളായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇപ്പോൾ ബിഫോർ ബിഗിനിങ് ഓഫ് ടൈം ഓർ ബിഫോർ ക്രിയേഷൻ, ദൈവം എന്നെന്നും ഉള്ള ശാശ്വതമാനായ ദൈവമാണ്. ആ ദൈവത്തിനാണ് നിങ്ങൾ 500 രൂപ കൊടുക്കാൻ പോകുന്നതെന്ന് ആലോചിക്കണം. ഇതെന്തൊരു വിചിത്രമായ കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ എറ്റേണിറ്റി എന്ന് പറയുന്നത് ഗോഡ് ഈസ് ബിയോണ്ട് ടൈം. ഗോഡ് വാസ് ദെയർ ഈവൻ ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ടൈം. ഗോഡ് ഈസ് ദെയർ ഓൾവേസ്. ദൈവം എപ്പോഴും ഉണ്ട്. നിത്യനായ ദൈവം, സകല അധികാരവുമുള്ള ദൈവമാണ് വേദപുസ്തകത്തിൽ വെളിപ്പെടുന്ന ദൈവം. ഇനി നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ഓംനി പ്രസൻസ് ആണ്. ദൈവം സർവ്വവ്യാപിയാണ് എന്നുള്ളതാണ് ഈ ഓംനി പ്രസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോഡ് ഈസ് പ്രസൻറ്റ് എവരിവെയർ. നമ്മൾ പലപ്പോഴും ആലോചിക്കും ദൈവം എല്ലായിടത്തും പ്രസൻ്റ് ആണ്, മനുഷ്യനിലേക്ക് ഒരിക്കലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? മനുഷ്യരിലേക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. ദൈവം എപ്പോഴും ഓംനി പ്രസൻ്റാണ്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കാത്തലിക്സിൻ്റെ വിശുദ്ധന്മാർ, മറിയം ഒരേ സമയത്ത് തന്നെ സെപ്റ്റംബർ 8-ാം തീയതിയാണ് മറിയമിൻ്റെ പെരുന്നാൾ മിക്കവാറും
ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ, എനിക്കറിയില്ല കാത്തലിക് പള്ളിയിൽ എങ്ങനെയാണ്. ഈ സെപ്റ്റംബർ 8-ാം തീയതി ഇതേ മറിയം എല്ലാ മറിയമിൻ്റെ പേരുള്ള ചർച്ചകളിലും ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ മറിയം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു. ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരാൾ പറയുന്നത് കേൾക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മറിയം ഓംനി പ്രസൻ്റ് ആണെന്ന്? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഇവിടെയൊക്കെ മറിയം വന്നെന്ന് പറയുന്നത്? മറിയം വരുന്നത് നല്ലത്. അതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ലോജിക്ക് ഇല്ലാത്ത ഫെയ്ത്ത് എന്ന് പറയുന്നത്. ലോജിക്ക് ഇല്ലാത്ത ഫെയ്ത്ത്. കാരണം മറിയമിന് ഒരാളുടെ ഹൃദയത്തിൽ വസിക്കാൻ പറ്റില്ല. കാരണം മറിയം ഈസ് നോട്ട് ഗോഡ്. നിങ്ങൾ ഇവിടെ നിന്ന് മർമർ ചെയ്യുന്നതും വിസ്പർ ചെയ്യുന്നതൊന്നും മറിയം മാതാവിനെ കേൾക്കാൻ സാധിക്കില്ല. കാരണം ഷീ ഹാസ് നോ ഓംനി പ്രസൻസ് ഓർ ഓംനീഷ്യൻസ്. ദൈവമല്ല. ദൈവം ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ ബീയിങ് എന്നുള്ള രീതിയിൽ ഒരേ സമയത്ത് പല സ്ഥലത്തായിരിക്കാൻ വീണ്ടും ജനിച്ച് സ്വർഗത്തിൽ പോയ നിത്യജീവൻ പ്രാപിച്ച ഒരാൾക്ക് സാധിക്കില്ല. അവന് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ഈ വിശുദ്ധന്മാർക്ക് എല്ലാ പ്രോബ്ലം ഉണ്ട്. സെബസ്ത്യാനോസിൻ്റെ പേരിൽ എത്ര പള്ളികൾ, അവിടെ എല്ലാം സെബസ്ത്യാനോസ് പെരുന്നാളിൻ്റെ ദിവസം വരും. എങ്ങനെയാണ് നിങ്ങളുടെ റൂമിലിരുന്നുകൊണ്ട് അതേ സമയത്ത് ദൂരെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നയാളുടെ പ്രാർത്ഥനകൾ ഈ വിശുദ്ധന്മാർ കേൾക്കുന്നത്? ദൈവത്തിന് പറ്റും. ബിക്കോസ് ഗോഡ് ഈസ് ഗോഡ്. ഓൺലി ഗോഡ് ക്യാൻ ലിസൺ ടു ഓൾ ദീസ് പ്രേയേഴ്സ്. ദൈവത്തിന് ഈ പ്രാർത്ഥനകൾ കേൾക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. പ്രിയ സഹോദരങ്ങൾ, എന്ത് വലിയ ഒരു തട്ടിപ്പിനകത്താണ് ഇരിക്കുന്നത്. ഈ ഓംനി പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഗോഡ് ഈസ് പ്രസൻറ്റ് എവരിവെയർ. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ പല രീതിയിലാണ്. ചിലയിടത്ത് അനുഗ്രഹിക്കാനുള്ള പ്രസൻസാണ്, ചിലയിടത്ത് നല്ല തല്ല് തരാനുള്ള പ്രസൻസാണ്. ദൈവം എല്ലായിടത്തും ഉണ്ട്. ദൈവം ഇല്ലാത്തൊരു സ്ഥലവുമില്ല. ഓക്കെ, അവസാനം ഒരു കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കാം. ഗോഡ് ഈസ് വൺ, യൂണിറ്റിയാണ്. ദൈവത്തിന് തമ്മിൽ ഇടർച്ചകളില്ല. ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും, നമ്മൾ പറഞ്ഞ എല്ലാ ആട്രിബ്യൂട്ട്സും ഒരേപോലെയാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കാണും. നിത്യത, അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിലിറ്റി, മാറാൻ പറ്റാത്തത്, അതുപോലെ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രത, സർവ്വവ്യാപിത്വം, ഇതെല്ലാം ഒരേപോലെ വർക്ക് ചെയ്യുന്നത്. ഒന്നിച്ച, ഇത് സെപ്പറേറ്റഡ് അല്ല. എല്ലാ സമയത്തും ഒരേ സമയത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പം ഗോഡ് ഈസ് ഗോഡ് ബിക്കോസ് ഹി ഹാസ് ദീസ് ആട്രിബ്യൂട്ട്സ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള പരിമിതമായ അറിവ് എന്തുമാത്രം വലിയ വഞ്ചനയിലേക്കും തട്ടിപ്പിലേക്കാണ് നമ്മൾ നയിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയെങ്കിലുണ്ട്, മഹത്വം അറിയെങ്കിൽ നമ്മളെ വഞ്ചിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള നല്ലൊരു അറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്നും കർത്താവിനെക്കുറിച്ച് പഠിക്കാം, കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാം, വേദപുസ്തകം എങ്ങനെയാണ് ദൈവത്തെ പരിചയപ്പെടുന്നത് പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവിലേക്ക് ഞങ്ങളെ നയിക്കണം. അവിടുത്തെ നാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അത് ഒരു നിർബന്ധത്താലുമല്ല, അങ്ങയുടെ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ടു ക്രിയേറ്റ് us ആൻഡ് സേവ് us. കർത്താവിന് നന്ദി പറയുന്നു. അങ്ങയെ കൂടുതൽ ആഴമായി അറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിന്നെ സ്തുതിച്ചിടും.